ചുവപ്പ് രാശി. അധ്യായം 5. നോവൽ തുടർച്ച. സർ, എന്നെ അവൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതിനു മുമ്പ് റെന്നി അവളുടെ വായ് പൊത്തുകയും കൈകൾ പിന്നോട്ട് തിരിക്കുകയും ചെയ്തു. അവറാച്ചൻ മുതലാളിയുടെ ബംഗ്ലാവിൻ്റെ മതിലിനുള്ളിൽ തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ചന്തു അവിടെയാണ് താമസിക്കുന്നത്. ബംഗ്ലാവിൽ തന്നെ താമസിക്കുവാൻ അയാളെ അവറാച്ചൻ നിർബന്ധിച്ചതാണ്. പക്ഷെ ചന്തു അനുസരിച്ചില്ല. അവറാച്ചൻ്റെ ഭാര്യ മേരിക്കും ചന്തുവിന് ഇഷ്ടമായിരുന്നു. തങ്ങൾക്ക് ഇത്തരം ഒരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ലിസി മാത്രം അയാൾ തുറച്ചു നോക്കും, പേടിച്ചരണ്ട ഭാവത്തിൽ. അവറാച്ചൻ മുതലാളിയുടെ ഏക മകളാണ്. ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് അവളെ. ചെയ്യാത്ത ചികിത്സകളില്ല. പക്ഷെ ഒന്നുപോലും പ്രയോജനപ്പെട്ടിട്ടില്ല. ഭ്രാന്താശുപത്രിയിൽ മകളെ അടയ്ക്കുവാൻ അവറാച്ചൻ ആഗ്രഹിക്കുന്നില്ല. ഭ്രാന്തിയാണെങ്കിലും സുന്ദരികളായ പെൺകുട്ടികളോട് അവിടെ എത്ര സമീപനമായിരിക്കുമെന്ന് അയാൾക്കറിയാം. രാവിലെ 7 മണി. ചന്തു ഉണർന്നു കിടക്കുകയായിരുന്നു. ആരോ വാതിലിൽ തട്ടുന്നത് കേട്ടു. ബംഗ്ലാവിലെ വേലക്കാരി കാപ്പിയുമായി എത്തിയതാണെന്നാണ് കരുതിയത്. വാതിൽ തുറന്നു. എന്നാൽ തൊട്ടു മുന്നിൽ കുമാറിനെ കണ്ടപ്പോൾ അയാൾ തൊല്ലം നമ്പരിക്കാതിരുന്നില്ല. ആഹാ, കുമാറോ, അകത്തേക്ക് വരൂ. അവൻ അകത്തു കയറി. ഇരിക്കടാ. അതിനുള്ള സമയമല്ല ചന്തുണ്ടായത്. എന്താടാ, എന്തുണ്ടായി? സീതയെ കാണാനില്ല. ചന്തുവിലെ നടുക്കം. എപ്പോ? രാത്രിയിലായിരിക്കണം. രാവിലെയാണ് വിവരം അറിഞ്ഞത്. ചന്തു ഒരു നിമിഷം ചിന്തയിലാണ്ടു. ഭൈരവൻ സ്ഥലത്തുണ്ടോ? ഉവ്. അപ്പോൾ രാത്രിയിൽ കവലയിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നതും കുറച്ചു കഴിഞ്ഞ് അകന്നു പോകുന്നതും കുഞ്ഞച്ചൻ ചേട്ടൻ കണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് കണ്ടോ? ഇല്ല. പാവം പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കിയില്ല. ചന്തുവിൽ പെട്ടെന്ന് ചില ആശയങ്ങളുണ്ടായി. നീ ഒരു മിനിറ്റ് ഇരിക്കി. അയാൾ വേഗം തയ്യാറായി. വേലക്കാരി കൊണ്ടുവന്ന കാപ്പി കുമാറിന് കൊടുത്തു. നീ എങ്ങനെയാ വന്നത്? സൈക്കിളിൽ. അതെടുത്ത് ജീപ്പിൽ വയ്ക്കി. കുമാർ അനുസരിച്ചു. അവറാച്ചൻ മുതലാളിയോട് കാര്യം സൂചിപ്പിച്ചിട്ട് ചന്തു വന്നു ജീപ്പിൽ കയറി. ഒരു വെടിയുണ്ട കണക്കെ അത് കുന്നിൻ ചെരുവിലൂടെ പാഞ്ഞു. കുമാർ വല്ലാതെ ഭയന്നുപോയി. സീതയെ കാണാനില്ലെന്ന വാർത്ത ആരാണ് ആദ്യം അറിഞ്ഞത്? അടുത്ത വീട്ടിലൊരു കിളവിത്തള്ളയായിരുന്നു ഇപ്പോൾ സീതയ്ക്ക് കൂട്ടുകിടന്നത്. ഇന്നലെ അവരുടെ കൊച്ചുമകൾ ആശുപത്രിയിലായതിനാൽ അവരവിടെ തങ്ങി. വെളുപ്പാങ്കാലത്ത് തിരിച്ചു വന്നപ്പോൾ സീതയുടെ വീട്ടിൽ കയറി. പിന്നെ അയാളൊന്നും ചോദിച്ചില്ല. പാലമൂട്ടിലെത്തുവാൻ 8 മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. അവിടുത്തെ ആൾക്കാർ സീതയെപ്പറ്റി ഊഹാപോഹങ്ങൾ പറയുകയായിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭൈരവൻ ഒരു പീഡികത്തിണയിൽ ഇരിക്കുന്നത് ചന്തു കണ്ടു. നേരെ അവിടേക്ക് ചെന്നു. ഭൈരവൻ്റെ കൂട്ടുകാർ പിന്നോട്ട് മാറി. ചന്തുവിനെ കണ്ടപ്പോൾ അയാൾ അരയിൽ നിന്നും കടാരയെടുത്തു. കയ്യിലെ നഖം വെട്ടുവാൻ തുടങ്ങി. അയാളുടെ മുന്നിൽ ചന്തു നിന്നു. ഭൈരവൻ അതറിഞ്ഞ മട്ടില്ല. സീത എവിടെയാണ് ഭൈരവ? അയാൾ തലയിളക്കി. സീത എവിടെയാണെന്ന്? ഭൂമി പിളർന്ന് താഴേക്ക് പോയെന്നല്ലേ കഥ. അയാൾ ചിരിച്ചു. ദേ ഇങ്ങോട്ട് നോക്ക്. ഇത് തമാശ പറയുവാനുള്ള സമയമല്ല. നിന്റെ ഭാര്യയുടെ അനുജത്തിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ആ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നീയല്ലേ? എന്നിട്ടിപ്പോൾ അവളെവിടെയാണെന്ന് എന്നോട് തിരക്കിയാൽ ഞാനെങ്ങനെ അറിയും? ഇത് നല്ല കൂത്ത്. ആൾക്കാരൊക്കെ അങ്ങും ഇങ്ങും ശ്രദ്ധിക്കുകയാണ്. ഭൈരവൻ തുടർന്നു. അവളെ താൻ എവിടെ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. ഞാൻ അവളുടെ ചേട്ടനാ. അതോ ആവശ്യം കഴിഞ്ഞപ്പോൾ താൻ അവളെ കൊന്നോ? ഭൈരവൻ എണീറ്റു. ഭൈരവ. ചന്തുവിൻ്റെ ശബ്ദത്തിന് കടുപ്പം കൂടി. സമയം വളരെ കുറവാണ്. തനിക്ക് മറ്റു പണിയൊന്നുമില്ലേ? വന്നോളും. രാവിലെ ഓരോരോ ശല്യങ്ങൾ. അയാൾ അവിടെ നിന്ന് പോകാൻ ഭാവിച്ചു. നിൽക്കടാ അവിടെ. ഭൈരവൻ്റെ കാലുകൾ നിശ്ചലമായി. അയാൾ കത്തിയുമായി തിരിഞ്ഞു. എന്താ തൻ്റെ ഉദ്ദേശം? ഒരിക്കൽ പറ്റിയ തോൽവി നികത്തുവാൻ അവസരം കാത്തിരിക്കുകയാണ് ഞാൻ. കുത്തിക്കീറി നിന്റെ കുടലെടുത്ത് ഞാൻ മാലയിടും പന്നെ. ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ചന്തുവിന് ഉറപ്പായി. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഒരു ശബ്ദം കേട്ടു. മുഖമടച്ച് ശക്തമായ ഒരടിയേറ്റ് ഭൈരവൻ മണ്ണിൽ കമിഴ്ന്നു വീണു.
ചന്തു അയാളുടെ ഖടാര പിടിച്ചിരുന്ന കയ്യിൽ ആഞ്ഞു ചവിട്ടി. അയാളൊന്ന് പിടിവിട്ടു. ചന്തു അത് തട്ടിക്കളഞ്ഞിട്ട് കാൽമുട്ടുകൊണ്ട് ഭൈരവന്റെ പുറത്ത് ആഞ്ഞടിച്ചു. അയാൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയില്ല. നീ പറയടാ, സീതയെ നീ എവിടെ കൊണ്ടുപോയി? ഞാനെങ്ങും കൊണ്ടുപോയില്ല. പിന്നെ ആരാ കൊണ്ടുപോയത്? എനിക്കറിയത്തില്ല. ഭൈരവൻ വേദനയോടെ പൊളഞ്ഞു. ചന്തു അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തമർത്തി. മൂക്കിലും വായിലും മണ്ണ് കയറിയപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയാം, എന്നെ കൊല്ലരുത്. എങ്കിൽ പറ, ഞാനൊന്ന് എണീക്കട്ടെ. പറഞ്ഞിട്ട് എണീറ്റാൽ മതി. സീതയെ പട്ടണത്തിലെ സ്റ്റുഡിയോക്കാർ കൊണ്ടുപോയി. ഏത് സ്റ്റുഡിയോക്കാർ? സ്റ്റാർ വീഡിയോ ആൻഡ് സ്റ്റുഡിയോ. എത്ര രൂപയ്ക്കാണ് നീ അവളെ വിറ്റത്? 15,000. ചന്തു അവൻ്റെ പെടലിക്ക് ഒന്ന് കൊടുത്തിട്ട് പിടിവിട്ടു. വാടാ കുമാറെ. ഇരുവരും ജീപ്പിൽ കയറി. അത് വീണ്ടും കുതിച്ചു. സ്റ്റുഡിയോ 2 പേരുടെ വകയാണത്. വിക്ടറും നെൽസണും ഇരുവരും കുവൈറ്റിലായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയവയുമായി പോകുന്നതാണ്. അന്ന് കസ്റ്റംസ് ചെക്കിങ് കുറവായതിനാൽ അവർ നാട്ടിൽ കൊണ്ടുവന്നത് കുറച്ച് സ്വർണം മാത്രമായിരുന്നു. ഏതാണ്ട് 50 കിലോഗ്രാം. വീഡിയോ വിഷൻ തുടങ്ങണമെന്ന് നേരത്തെയുള്ള തീരുമാനമായിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് നീലചിത്രങ്ങളുടെ കാസറ്റുകൾ അയക്കാം. കേരളീയ യുവതികളുടെ കാസറ്റുകൾക്ക് അവിടെ നല്ല മാർക്കറ്റാണെന്ന് അവർക്കറിയാം. നഗരത്തോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ചെറിയ കെട്ടിടത്തിലാണ് സ്റ്റാർ പ്രവർത്തിക്കുന്നത്. മുറ്റത്ത് വിവിധ വർണ്ണത്തിലുള്ള പൂച്ചട്ടികൾ. രാത്രിയും പകലും സ്റ്റുഡിയോയിൽ ആൾക്കാരുണ്ടാവും. കമ്പ്യൂട്ടർ വാഷിംഗ് ആണ്. അതിനാൽ സമീപ പ്രദേശങ്ങളിലെ എല്ലാ സ്റ്റുഡിയോയിലെ ഫിലിമുകളും അവിടെ എത്തും. 8:30 കാറിൽ വിക്ടറും നെൽസണും എത്തി. അവർ ഓഫീസ് മുറിയിലേക്ക് കയറിയതേയുള്ളൂ. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ജീപ്പ് മുറ്റത്ത് കിടക്കുന്ന തങ്ങളുടെ കാറിൽ വന്നിടിക്കുന്നു. മുറ്റത്തെ പൂച്ചട്ടികളെല്ലാം ജീപ്പിൻ്റെ വീലുകൾക്കടിയിലാണ്. ജീപ്പ് വീണ്ടും പിന്നോട്ട് പോയി. അതിൻ്റെ ഇരട്ടി ഭാഗത്തിൽ മുന്നോട്ടേക്ക് വന്നു കാറിൽ ആഞ്ഞടിച്ചു. കാർ ശക്തിയിൽ ഭിത്തിയിൽ വന്നിടിച്ചു. അധ്യായം 14. കാർ വന്നിടിച്ച ശക്തിയിൽ ഭിത്തിയുടെ ഒരു ഭാഗം വിണ്ടുകീറി. എന്ത് പോക്രിത്തരമാണോ കാണിക്കുന്നത്? അലറിക്കൊണ്ട് വിക്ടറും നെൽസണും ജീപ്പിനരികിലേക്ക് ഓടി വന്നു. അതിൽ ഇരുന്നു കൊണ്ട് തന്നെ ചന്തു അവരെ ചവിട്ടിത്തെറിപ്പിച്ചു. ചാടിയിറങ്ങി. ബഹളം കെട്ട സ്റ്റുഡിയോയിൽ നിന്നും ജോലിക്കാർ ഇറങ്ങി വന്നു. മല്ലന്മാരെ പോലെ തോന്നിപ്പിക്കുന്നവർ. എന്താ ഇത് സാർ ഇത്? അവർ തങ്ങളുടെ മുതലാളിമാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിച്ച് കൊല്ലടാ പോക്രിയെ, വിക്ടർ അലറി. ജോലിക്കാർ മുന്നോട്ട് വന്നു. 5 പേർ ഇവരോട് അടിപിടി കൂടുവാൻ സമയമില്ല. ചന്തു വേഗം റിവോൾവർ എടുത്തു. ഒറ്റ ഒരുത്തൻ അനങ്ങിപ്പോരുത്, കൊന്നുകളയും ഞാൻ. അവരുടെ കാലുകൾക്ക് തീയിൽ ചവിട്ടിയതുപോലെ പിൻവലിഞ്ഞു. നിങ്ങൾ ആരാണ്? എന്തു വേണം? നെൽസൺ തിരക്കി. ഞാൻ ചന്തു. എനിക്ക് സീതയെ വേണം. ചന്തു. വിക്ടറും നെൽസണും ശക്തമായി ഒന്ന് ഞെട്ടി. അവർ അയാളെക്കുറിച്ച് കേട്ടിട്ടേയുള്ളൂ. കാണുന്നത് ആദ്യമായാണ്. തങ്ങളുടെ രഹസ്യം പുറത്തുപോയെന്ന് അവർക്ക് ഉറപ്പായി. വിക്ടറും നെൽസണും മുഖാമുഖം നോക്കി. വഴിയാത്രക്കാർ മതിലിനും പുറത്തുനിന്ന് ഉറ്റുനോക്കുന്നു. തങ്ങളുടെ ഇമേജ് തകരുകയാണെന്ന് വിക്ടറും നെൽസണും പറഞ്ഞു. നിന്റെയൊക്കെ നാവിറങ്ങിപ്പോയടാ. ചന്തു മുന്നോട്ടെടുത്തു. സീത ഈ കെട്ടിടത്തിലുണ്ടോ? ഇല്ല, നെൽസൺ പറഞ്ഞു. പിന്നെ എവിടെയാണ്? നിങ്ങൾ എന്തൊക്കെ ഭ്രാന്താണ് മിസ്റ്റർ പറയുന്നത്? ഏത് സീത? ഞങ്ങൾക്ക് അവളുമായിട്ട് എന്താ ബന്ധം? മാന്യമായി നടക്കുന്നൊരു സ്ഥാപനമാണിത്. വിക്ടർ ചൂടായി. ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇനി ഞാൻ കൺസൾട്ട് ചെയ്യുവാൻ കൂടി പോവുകയാണ്. ഒന്നിച്ച് സമാധാനം പറഞ്ഞേക്കാം. ചന്തു റിവോൾവറിൻ്റെ ബാരൽ നെൽസന്റെ നെറ്റിയിൽ മുട്ടിച്ചു. ഭൈരവന്റെ കയ്യിൽ നിന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയ പെണ്ണോടെ? ഏത് ഭൈരവൻ? അവനാര്? അങ്ങനെ ഒരാളെ ഞങ്ങൾക്കറിയുക പോലുമില്ല. ഈ കെട്ടിടത്തിനുള്ളിൽ മറ്റാരൊക്കെയുണ്ട്? ആരുമില്ല. ചന്തു തിരിഞ്ഞ് കുമാറിനെ നോക്ക്. കയറി നോക്കൂ കുമാറെ. അവൻ സ്റ്റുഡിയോയിലേക്ക് ഓടിക്കയറി. ജോലിക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. മുതലാളിമാരെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ചന്തു നിറയൊഴിച്ചാലോ? അയാളുടെ മുഖഭാവത്തിൽ നിന്നും അങ്ങനെ ചെയ്യാൻ മടിക്കുകയില്ലെന്ന് അവർക്ക് തോന്നി. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മിസ്റ്റർ ചന്തു. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളവരല്ല. അത് മനസ്സിലായി. ഇന്നലെ വരെ ഞാൻ നിങ്ങളെക്കുറിച്ച് മറ്റൊരു തരത്തിലാണ് വിചാരിച്ചിരുന്നത്. കുമാർ തിരികെ വന്നു.
ഇവിടെ എങ്ങും കണ്ടില്ല ചന്തുണ്ണ. എല്ലായിടത്തും ശരിക്കും നോക്കിയോ? ഡാർക്ക് റൂമിൽ? അവിടെ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഇനി താൻ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ. വിക്ടർ ചന്തുവിനെ തുറച്ചു നോക്കി. ഓ, ഐ ആം സോറി. ചന്തുവിൻ്റെ സ്വരം പതറിയതുപോലെയായി. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു. നെൽസന്റെ ശരീരത്തിൽ നിന്നും റിവോൾവർ മാറ്റി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ കാറ് പോയി, ഭിത്തി തകർന്നു. പിന്നെ ഞങ്ങളെ സമാധാനമുണ്ടാക്കാമെന്നേ. അയാൾ തിരികെ ജീപ്പിന് നേരെ നടന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. വിക്ടർ മുന്നോട്ട് വന്നു. ഞാൻ പോവുകയല്ല. പറഞ്ഞതും ചന്തുവിൻ്റെ വലതുമുഷ്ടം കൂടം പോലെ വിക്ടറിൻ്റെ മൂക്കിൻ്റെ മുകളിൽ പൊതിഞ്ഞു. എൻ്റെ അമ്മയെ, അയാൾ നിലവിളിച്ചു പോയി. മുഖത്തിൻ്റെ ഷേപ്പ് മാറിയതുപോലെ തോന്നി. മൂക്കിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റു വീണു. ചന്തു അയാളുടെ ഷർട്ടിൽ പിടിച്ചു വരുത്തി. ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് അമർത്തി. സീത എവിടെയാണെന്ന് പറയടാ. എനിക്കറിയത്തില്ല. ഉടൻ അയാൾ റിവോൾവറിൻ്റെ ബാരൽ വിക്ടറിൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റി. എൻ്റെ കൈവിരലൊന്ന് ചലിച്ചാൽ നിന്റെ തലയോട് കാണില്ല. ആ മിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിച്ചിതറിപ്പോകും. വിക്ടർ വിറയ്ക്കാൻ തുടങ്ങി. പറയടാ വേഗം. ഒരു കാട്ടുമൃഗത്തെ പോലെ ചന്തു മുരണ്ടു. സീതയെ ഇന്നലെ രാത്രി നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അയാൾക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. എന്നിട്ട് അവളെവിടെ? റിവോൾവർ വായിൽ നിന്നും എടുക്കാതെ അയാൾ അങ്ങനെ സംസാരിക്കും? ചന്തു നെൽസനെ നോക്കി. മറുപടി നീ പറഞ്ഞാൽ മതി. കൂട്ടുകാരൻ്റെ ജീവന് നീ കൂടി ഉത്തരവാദിത്തം പറയേണ്ടി വരും. റോഡിൽ നിന്നിരുന്ന ജനങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. അവർ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നെൽസൺ. വിക്ടർ കാര്യങ്ങൾ സംബന്ധിച്ച നിലയ്ക്ക് ഇനിയിപ്പോൾ ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. അവൾ ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല, നെൽസൺ പറഞ്ഞു. പിന്നെ എവിടെയാണ്? റെന്നിയുടെ അടുത്താണ്. ആഹാ, അവനുമായി ഇതിനെന്ത് ബന്ധം? റെന്നിക്ക് വേണ്ടിയാണ് മുഖ്യമായും അവളെ വാങ്ങിയത്. പണം മുടക്കിയതും അവൻ തന്നെ. ഇന്നലെ രാത്രി മുതലേ അവളവൻ്റെ താവളത്തിലാണ്. അവിടെ മറ്റാരൊക്കെയുണ്ട്? അതറിയില്ല. റെന്നിയിലെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടെന്ന് മാത്രം അറിയാം. ചന്തുവിൻ്റെ കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ ഞെരിഞ്ഞമർന്നു. താൻ കുഞ്ഞു പെങ്ങളായി സങ്കല്പിച്ചവൾ, തന്നെ സ്നേഹപൂർവ്വം അണ്ണ എന്ന് വിളിച്ചവൾ. ജീവിതത്തിൽ ആദ്യമായി ഒരു പെങ്ങളുടെ സ്നേഹം അറിഞ്ഞത് സീതയിൽ നിന്നാണ്. ആ പെങ്ങളെ വിക്ടറുടെ വായിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്ത് ചന്തു അയാളെ ചവിട്ടി മറിച്ചു. പറയുന്നട നായ്ക്കളെ, എവിടെയാണ് ആ പന്നിയുടെ താവളം? അവർ അതും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് റോഡിൽ നിന്നിരുന്ന ആൾക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ളവർ നടത്തുന്ന ഈ സ്ഥാപനം ഇവിടെ വെച്ച് പൊറപ്പിക്കരുത്. തങ്ങളുടെ വീടുകളിലും പെൺകുട്ടികളുള്ളതാണ്. ഇവന്മാരെ വെറുതെ വിടരുത്. ചന്തു കുമാറിനെ വിളിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറവേ അകത്ത് ഫോൺ ശബ്ദിച്ചു. ചന്തു ചാടിയിറങ്ങി അകത്തേക്ക് ചെന്ന് അറ്റൻഡ് ചെയ്തു. നെൽസൺ നിയർ. ഇത് ഞാനാടാ റെന്നി, മറുപുറത്തുനിന്ന് ശബ്ദം. ആ പെണ്ണെന്തിയടാ? അത് പറയാനാ വിളിച്ചത്. സംഗതി കുഴഞ്ഞു. എന്തു പറ്റിടാ? പറയടാ. അവള് പോയി. അവള് വടിയായി. മൈ ഗോഡ്. ചന്തുവിൻ്റെ തലച്ചോറിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അതിന് നീ വിഷമിക്കുകയൊന്നും വേണ്ട. റെന്നിയുടെ ശബ്ദത്തിൽ ഉദ്യോഗമൊന്നുമില്ല. ഇത്തരം കേസുകളൊന്നും എനിക്ക് പുത്തരിയല്ല. രാത്രിയിൽ ആ ശവം ഞങ്ങൾ എവിടെയെങ്കിലും തട്ടിയേക്കാം. ചന്തു മൗനമായി നിന്നു. നീ എന്താ ഒന്നും പറയാത്തത്? അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു. നിന്റെ ശബ്ദം തന്നെ മാറിപ്പോയല്ലോ. നെവർ മൈൻഡ്, നീ ഇങ്ങോട്ട് വാടാ. ഓക്കെ. ചന്തു റിസീവർ വെച്ചു. പിന്നെ പെടുന്നനെ അതിൻ്റെ വയർ വലിച്ച് പറിച്ചു കളഞ്ഞു. ഫോണെടുത്ത് ഊക്കോടെ തറയിലേക്ക് എറിഞ്ഞു. അത് ചിതറിപ്പോയി. അമ്പരന്ന് നിൽക്കുകയാണ് വിക്ടറും നെൽസണും ജോലിക്കാരുമൊക്കെ. എടാ, ഒന്നിനെയും ഞാൻ ജീവനോടെ വെറുതെ വിടില്ല. ചന്തു ഭ്രാന്തനെ പോലെ പാഞ്ഞു തന്നു. അവരെ അടിച്ചു തെറിപ്പിച്ചു. തറയിലിട്ട് ചവിട്ടി. മുഖത്ത് കാർക്കിച്ച് തുപ്പി. സീത ചത്തടാ. എൻ്റെ പെങ്ങള് ചത്തെന്ന്. അവന്മാരെ റേപ്പ് ചെയ്ത് കൊന്നെന്ന്. അവളുടെ ശവം നിന്നെ എല്ലാം ഞാൻ തീറ്റിക്കും. ചന്തു എല്ലാവരെയും കൊല്ലുമെന്ന് കുമാറിന് തോന്നി. ചന്തു അണ്ണാ, അവൻ വിളിച്ചു. നീ മിണ്ടാതെ അവിടെ ഇരിയടാ. അയാളെ തടയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കയ്യിലിരുന്നത് റിവോൾവറാണ്. തടസ്സം പിടിക്കുന്നവൻ്റെ ചെല്ലുന്നവൻ്റെയൊക്കെ വയറ്റിലായിരിക്കും വെടിയുണ്ട കയറുന്നത്. അരിശം തൊല്ലെന്ന് കുറഞ്ഞപ്പോൾ ചന്തു ജീപ്പിൽ വേഗം കുതിച്ചു കാഞ്ഞു. അവശരായ വിക്ടറും നെൽസണും നിന്നു. റെന്നി കുടുങ്ങുമെന്ന് അവർക്കുറപ്പായി.
ഫോൺ ചെയ്ത് വിവരമറിയിക്കാനും കഴിയില്ല. ഇരുവരും തളർന്നു നിന്നു. എടേ, വേഗം വാതിൽ പൊട്ടി സ്ഥലം വിടാൻ നോക്ക്. മേലാൽ ഈ പരിസരത്തൊന്നും ഒറ്റ ഒരെണ്ണത്തിനെ കണ്ടുപോരുത്, റോഡിൽ നിന്നവരിൽ ഒരാൾ പറഞ്ഞു. വിക്ടർ കോപവും വിഷമവും എല്ലാം ഒന്നിച്ചുണ്ടായി. ആകെ നാണം കെട്ട് തല്ലും വാങ്ങി നിൽക്കുമ്പോഴാണ് നീ നിന്റെ പാട് നോക്കി പോടാ, അയാൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ കാശ് മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതേ, അതിവിടെ നടക്കത്തില്ല, ഇപ്പോൾ ഇറങ്ങിക്കോണം, മറ്റൊരാൾ പറഞ്ഞു. നീ പോടാ പുല്ലേ, നെൽസൺ കാരെത്തുപ്പി. ജനമിളകി. ആഹാ, നീ പോകത്തില്ല അല്ലേടാ. റോഡിൽ കിടക്കുന്നിരുന്ന കൂറ്റൻ കൂനയിൽ നിന്നും കല്ലുകൾ പാഞ്ഞു വരാൻ തുടങ്ങി. കെട്ടിടത്തിൻ്റെ ജനാലകൾ നിമിഷങ്ങൾക്കകം തകർന്നു വീണു. കല്ലേറ് കിട്ടിയ നെൽസണും വിക്ടറും ജോലിക്കാരും സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ജീപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ നിന്നു. അപ്പോൾ SI വിക്രം സ്ഥലത്തുണ്ടായിരുന്നു. ചന്തു അയാളുടെ ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നു. അയാളെ കണ്ടപ്പോൾ വിക്രം ഒന്ന് പരുങ്ങി. എന്തു വേണം? ഗൗരവം വിടാതെ തിരക്കി. സാർ, ഉടനെ എൻ്റെ കൂടെ ഒന്ന് വരണം, ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കൊലയാളിയെ നേരിട്ട് പിടിക്കാം. നിങ്ങളൊരു പരാതി എഴുതി തരൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അത് പറ്റില്ല, ഇപ്പോൾ വരണം. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തൽക്കാലം അതെ. ഇപ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ അത് വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചടിച്ചു വരും. അത് മാത്രമല്ല, കൃത്യോപലാപത്തിന് 15 ദിവസത്തേക്കെങ്കിലും സസ്പെൻഷൻ, ഒപ്പം ഏതെങ്കിലും മാനകലാമറയിലേക്ക് ട്രാൻസ്ഫറും. എന്താ കളിച്ചു നോക്കുന്നോ? നിങ്ങളുടെ മുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. വിക്രം നിശബ്ദനായി. ചന്തു ഇപ്പോൾ അവറാച്ചൻ മുതലാളിയുടെ മാനേജറാണെന്ന് അയാൾക്കറിയാം. അവറാച്ചനാണെങ്കിൽ എല്ലാ വകുപ്പിലും നല്ല പിടിപാടും ഉണ്ട്. ഉടക്കുന്നത് പന്തിയല്ല. എന്നാൽ നമുക്ക് പുറപ്പെടാം, ചന്തു വീണ്ടും പറഞ്ഞു. അയാൾ അലക്ഷ്യമായി ഒന്ന് മൂളിയിട്ട് ഹെഡ് കോൺസ്റ്റബിളെ വിളിച്ചു. 4-5 പോലീസുകാർ ജീപ്പിൽ കയറുവാൻ വിക്രം നിർദ്ദേശിച്ചു. ചന്തുവും കുമാറും കയറിയ ജീപ്പ് മുന്നിലും പോലീസ് ജീപ്പ് പിന്നിലുമായിട്ട് അങ്ങനെ നീങ്ങി. ചാത്തിനുടെ റബ്ബർ എസ്റ്റേറ്റിലുള്ള ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മതിലിനുള്ളിലാണ് യാത്ര അവസാനിച്ചത്. പുറത്തേക്ക് ഒറ്റ വാതിൽ മാത്രമുള്ള കെട്ടിടം തുറന്നു കിടന്നിരുന്നു. ജനാലയുടെ റെന്നി ആ കാഴ്ച കണ്ടു. അവൻ ഞെട്ടിപ്പോയി. തൻ്റെ കൂട്ടുകാരൻ അവന് ചില നിർദ്ദേശങ്ങൾ നൽകി. ചന്തു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ ചന്തു പകച്ചുപോയി. ഡോക്ടർ സുധീർ, തൻ്റെ അനുജൻ. എടാ നീ, ചന്തുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. സ്റ്റുപ്പിഡ്. സുധീർ പല്ലുകൾ കടിച്ചു. അയാളുടെ കണ്ണുകൾ ചുവന്നു കുറുകി. അധ്യായം 15. ചന്തുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരിയുണ്ടായി. തൻ്റെ അനുജൻ തന്നെ വിളിച്ച പദം കൊള്ളാം, സ്റ്റുപ്പിഡെന്ന്. സുധീർ. ചന്തുമല്ലേ അയാളുടെ അടുത്തേക്ക് നീങ്ങി. അയാൾ 2 അടി പിന്നോട്ട് മാറി. ഇൻസ്പെക്ടർ വിക്രമും സുധീറും പരിചയക്കാരനാണ്. എന്നാൽ അയാൾ ചന്തുവിന് അനുജനാണെന്നുള്ള വസ്തുത വിക്രമിനിൽ അത്ഭുതമുണ്ടാക്കി. ഡോക്ടർ സുധീർ, ചാത്തുണ്ണിയുടെ കെട്ടിടത്തിൽ എന്തായിരുന്നു പരിപാടി? ചന്തു തിരക്കി. അത് ചോദിക്കാൻ താനാരാ? ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ പോയിക്കൂടെന്ന് നിയമം വല്ലതുണ്ടോ? അതില്ല. പക്ഷെ അവിടെ നടക്കുന്ന പലതിനും പോകുന്ന ആൾ കൂടി ഉത്തരം നൽകേണ്ടി വരും. ഇൻസ്പെക്ടർ. സുധീർ വിക്രമിന് നേരെ തിരിഞ്ഞു. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്കും അങ്ങനെ തോന്നി, ഇൻസ്പെക്ടർ പ്രതിവദിച്ചു. ക്വൈറ്റ് മിസ്റ്റീരിയസ്. ആരോ മരണപ്പെട്ടെന്നും കൊലയാളികളെ കാട്ടിത്തരാമെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. കൊലപാതകോ? ഡോക്ടർ സുധീർ പൊട്ടിത്തെറിച്ചു. ഇയാൾക്ക് ഭ്രാന്താണ്. ഷട്ടപ്പ് റാസ്കൽ. ചന്തു മുന്നോട്ടാഞ്ഞു. അയാളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു. മരിച്ചതാരാണെന്നും കൊലയാളികൾ ആരൊക്കെയാണെന്നും ഒക്കെ ഞാൻ കാട്ടിത്തരാമടാ. ഇവിടെ മറ്റാരൊക്കെയുണ്ട്? ഞങ്ങൾ 2 പേർ. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഒരു പുതിയ ശബ്ദം കെട്ടിടത്തേക്ക് എല്ലാവരും നോക്കി. റെന്നി. ഇതെൻ്റെ വീടാണ്. എനിക്കിഷ്ടമുള്ളവർ ഇവിടെ വന്നെന്നിരിക്കും. അതിറക്കാൻ നീ ആരാണ്? ചന്തു കത്തുന്ന കണ്ണുകളോടെ അവനെ ശ്രദ്ധിച്ചു. പിന്നെ തിരിഞ്ഞ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. സാർ, ബോഡി ഇതിനുള്ളിൽ തന്നെയുണ്ട്. ബോഡിയോ? എന്ത് ബോഡി? റെന്നിയുടെ സ്വരം കനത്തു. ഇവിടെ എന്ത് പോക്കരിത്തരവും കാണിക്കണമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് നടക്കില്ല. എനിക്കിവിടെ പരിശോധിച്ചേ പറ്റൂ, വിക്രം പറഞ്ഞു. അതിന് വാറണ്ട് വേണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലം വാറണ്ട് ഇല്ലാതെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ,
ചന്തു ഇടയ്ക്ക് കയറി. ചന്തു, വിക്രം വിളിച്ചു. ഇത് നിയമത്തിൻ്റെ പ്രശ്നമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വാറണ്ട് കൂടാതെ സെർച്ച് ചെയ്യാനും എനിക്ക് കഴിയും. ഡോക്ടർ സുധീറും റെന്നിയും പതറുന്നത് ചന്തു കണ്ടു. പറ്റില്ല ഇൻസ്പെക്ടർ, റെന്നി തടഞ്ഞു. മാറി നിൽക്കടാ ഇങ്ങോട്ട്. വിക്രം കെയിൻ കൊണ്ട് റെന്നിയെ മാറ്റി നിർത്തി. പിന്നെ പോലീസുകാരെ നോക്കി. സെർച്ച്. സുധീറും റെന്നിയും വേർപ്പിൽ കുളിച്ചു. റെന്നി വേഗം ഫോണിനരികിലേക്ക് നീങ്ങി. വേണ്ട, വിക്രം വിലക്കി. എൻ്റെ അനുവാദം കൂടാതെ ആർക്കും ഇപ്പോൾ ഫോൺ ചെയ്യരുത്. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസുകാർ തിരികെ വന്നു. സർ, അകത്ത് ബെഡിൽ ഒരു പെൺകുട്ടിയുടെ ശവം പുതപ്പിച്ചിട്ടിരിക്കുന്നു. സുധീറിൻ്റെയും റെന്നിയുടെയും തല കുനിഞ്ഞു. വിലങ്ങു കൊണ്ടുവാ. സർ, റെന്നി കൈകൂപ്പി. നാണം കെടുത്തരുത്. ഞാൻ ഡാഡിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. വേണ്ട സർ, പ്ലീസ് ഷട്ടപ്പ്. സുധീർ ചലനശേഷി പോലും നഷ്ടപ്പെട്ട പോലെ നിൽക്കുകയാണ്. താൻ എസ് പിയുടെ മകനാണ് എന്ന പരിഗണന പോലും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. ഇരുവരുടെയും ഓരോ കൈകൾ ചേർത്ത് വിലങ്ങു വെച്ചു. ഇൻസ്പെക്ടറും ചന്തുവും അകത്തെ മുറിയിലേക്ക് നടന്നു. സീതയുടെ നഗ്ന ശരീരം ചന്തു പൊട്ടിക്കരഞ്ഞുപോയി. പുറത്ത് മറ്റൊരു ജീപ്പ് വന്നു. അതിൽ നിന്നും പട്ടണത്തിലെ പത്രപ്രതിനിധികളും ഫോട്ടോഗ്രാഫർമാരും ഇറങ്ങി. ചന്തു ഇതിനിടെ അവർക്ക് ഫോൺ ചെയ്തിരുന്നു. പിന്നീടാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാതിരിക്കാൻ വിക്രമിന് കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ കരച്ചിലൊതുക്കി കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ ചന്തു പുറത്തേക്കോടി വന്നു. വിലങ്ങണിഞ്ഞു നിൽക്കുന്ന റെനിയുടെയും സുധീറിൻ്റെയും മുഖങ്ങളിൽ മാറി മാറി അടിച്ചു. എൻ്റെ പെങ്ങളെ നീയൊക്കെ കൊന്നല്ലടാ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ കൊല്ലുമടാ. വിക്രം ഓടി വന്നു. ചന്തു സ്റ്റോപ്പ്. അയാളത് ശ്രദ്ധിച്ചില്ല. റെന്നിയുടെ ഒരു പല്ല് അടർന്ന് താഴെ വീണു. ചന്തു, വിക്രം കെയിൻ കൊണ്ട് അയാളെ അടിച്ചു. ഉടൻ തന്നെ അയാളത് പിടിച്ചു വാങ്ങി ചവിട്ടി ഒടിച്ച് ഒരേറ് വെച്ച് കൊടുത്തു. എടാ, വിക്രം റിവോൾവർ എടുത്ത് ചൂണ്ടി. പോലീസുകാരുടെ മുന്നിൽ ഷെയിൻ ചെയ്താലുണ്ടല്ലോ, കൊന്നു കുഴിച്ചു മുടിക്കളയും. റിവോൾവർ കണ്ടപ്പോൾ ചന്തു ഒന്ന് അടങ്ങി. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൈവെക്കാൻ മാത്രം നീ ആളായടാ. സാറിൻ്റെ പെങ്ങളായിരുന്നെങ്കിൽ എമ്മാർ ഇതുപോലെ കൊന്നതെങ്കിൽ സാറ് നോക്കി നിൽക്കുമായിരുന്നു. ചന്തു, സോറി സാർ. അയാൾ വീണ്ടും കരഞ്ഞു. അവൾ എൻ്റെ പെങ്ങളായിരുന്നു. എൻ്റെ അമ്മ പ്രസവിക്കാത്ത എൻ്റെ കുഞ്ഞു പെങ്ങൾ. ഇൻസ്പെക്ടർ ആംബുലൻസിനും SP ഓഫീസിലേക്കും ഫോൺ ചെയ്തു. മൈ ഗോഡ്. SP വിജയദാസിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിക്രം, സത്യമാണോ നിങ്ങൾ പറയുന്നത്? യെസ് സാർ. എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ അവിടേക്ക് വരാം, അവസാനം അദ്ദേഹം പറഞ്ഞു. ചാത്തുണ്ണിക്ക് ശിരസിനേറ്റ ഒരു പ്രഹരമായിരുന്നു റെന്നിയുടെ അറസ്റ്റ്. ആകെ നാറിയിരിക്കുന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച പബ്ലിക് ഹോളിഡേയും ശനി സെക്കൻഡ് സാറ്റർഡേയും ആയതിനാൽ ഇനിയൊരു ജാമ്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നാളെ തിങ്കളാഴ്ചയെ സാധിക്കും. പത്രക്കാർ ഫോട്ടോ സഹിതം അമിത പ്രാധാന്യത്തോടെ വാർത്തകൾ പടച്ചുവിട്ടിരിക്കുന്നു. നാറികൾ ഇനിയെങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഒരാളെ വെടിവെച്ച് കൊന്നിരുന്നുവെങ്കിൽ അതിനും അന്തസ്സുണ്ടായിരുന്നു. ഇതങ്ങനെയാണോ? പാലമുട്ടിലെ സകല ജനങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു സീതയുടെ മൃതദേഹം സംസ്കരിച്ചത്. കിട്ടിയ അവസരം രാഷ്ട്രീയ പാർട്ടികളും ശരിക്കും വിനിയോഗിച്ചു. ചാത്തുണ്ണിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഭൈരവനും കൂട്ടുകാരും പോലീസ് കസ്റ്റഡിയിലായി. സ്റ്റാർ സ്റ്റുഡിയോയുടെ മാനേജറായ വിക്ടർ നെൽസൺ മുങ്ങി. എവിടെയാണെന്നൊരു വിവരമില്ല. എന്തായാലും തക്ക സമയത്ത് ചന്തു ഇടപെട്ടതുകൊണ്ട് ഇത്രയെങ്കിലും ആയല്ലോ, അവറാച്ചൻ മുതലാളി പറഞ്ഞു. ചന്തു അനങ്ങിയില്ല. സീതയുടെ മരണം അത്രമാത്രം അയാളെ വേദനിപ്പിച്ചിരുന്നു. കോടതി അവരെ ശിക്ഷിച്ചില്ലെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല. ആത്മകഥം പോലെയായിരുന്നു അയാളുടെ ശബ്ദം. തിങ്കളാഴ്ച റെന്നിക്കും സുധീറിനും ജാമ്യം കിട്ടി. അവർക്ക് വേണ്ടി ബാറിലെ ഏറ്റവും പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സാണ് കോടതിയിൽ ഹാജരായത്. വീട്ടിലെത്തിയ ഉടൻ ചാത്തുണ്ണി റെന്നിയോട് ചീറി. എടാ, സ്വന്തം സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്തവന്മാർ ഇത്തരം വൃത്തികെട്ട പണികൾ ഉണ്ടാക്കി പോകരുത്. കെട്ടിടത്തിന് പിന്നിൽ ഒരു വാതിലുണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കുടുങ്ങത്തില്ലായിരുന്നു. പൊന്നു ചീത്തയായതിന് തട്ടാനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്പം ദീർഘവീക്ഷണം വേണം. എല്ലാത്തിനും കാരണക്കാരൻ അവനൊരുത്തനാണ്, ആ ചന്തു. അവനെ ഇനി ജീവനോടെ വിട്ടിട്ട് തന്നെ കഥയില്ല, റോബിൻ പറഞ്ഞു. ഇവന്മാർ ഈ ചെറ്റത്തരം കാണിച്ചതിനൊക്കെ അവനാണോ കാരണം? പിന്നെ അവനെ ഞൊട്ടുമെന്ന് നീയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. ഡാഡി നോക്കിക്കോ, ഒരു ദിവസം നേരം പുലരുന്നതിന് മുമ്പ് അവൻ്റെ മരണവാർത്തയുമായിട്ടായിരിക്കും. ഈ നേരത്ത് സുധീറും തൻ്റെ വീട്ടിലെത്തിയിരുന്നു.
ഡോക്ടർ മെറീന ഭർത്താവിനെ പുച്ഛത്തോടെ നോക്കി. അയാളത് അവഗണിച്ചു കളഞ്ഞു. സുധീർ തങ്ങളുടെ കിടപ്പറയിലേക്ക് കയറിയപ്പോൾ അവൾ പിന്നാലെ ചെന്നു. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ. അയാൾ അവളെ കോപത്തോടെ നോക്കി. ഒരു ഡോക്ടർ. ഇതിലും ഭേദം നിങ്ങൾക്കേതെങ്കിലും വേശ്യാലയത്തിൽ പോയിക്കൂടായിരുന്നു. മെറീനെ, ശാസനാരൂപത്തിൽ അയാൾ വിളിച്ചു. എന്താ, വിളിച്ചു പേടിപ്പിക്കുകയാണോ? അവൾ ചുണ്ടുകൾ വക്രിച്ചു. അമ്മ ജഡ്ജി ആയതുകൊണ്ട് മകന് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ കാണാമായിരുന്നു. അവർ പുളുത്തിയനെ. നീ പോടിപ്പുല്ലേ. ദേ, പിന്നെ ഒരു കാര്യം, എന്നെ ഭരിക്കാൻ വന്നേക്കരുത്. ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ആര് വരുന്നു നിങ്ങളുടെ അടുത്ത്? എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ദേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊലി പൊളിയുകയാണ്. ഭർത്താവ് ബലാത്സംഗ കേസിലെ പ്രതി. ഞാൻ ഹോസ്പിറ്റലിൽ അടച്ചിടാൻ പോവുകയാണ്. എനിക്ക് വയ്യ ഇനി അവിടെ പോകാൻ. സ്റ്റാഫിനും രോഗികൾക്കൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ, ഭർത്താവിൻ്റെ മാഹാത്മ്യം. നീ കൂടുതൽ ചാരിത്രവതിയൊന്നും പതിവുണ്ടടി. എൻ്റെ പഴയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ അങ്ങ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നു. വിവാഹത്തിൻ്റെ അന്നും ഞാൻ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. എങ്കിൽ ഇനിയാണെങ്കിലും പോയിക്കോ. ഇഷ്ടത്തോടം ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം വെന്ന് വിളിച്ചാൽ ഞാൻ തീർച്ചയായും ഇറങ്ങിപ്പോകും. നിങ്ങളെപ്പോലെ നാറിയല്ല ചന്തുവേട്ടൻ. എന്നെ പ്രേമിച്ചുവെന്നും ബൈക്കിൽ ഞങ്ങൾ ചുറ്റി നടന്നുവെന്നും കരുതി ഞാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അറിയാമോ? സുധീർ കൈ നിവർത്തി മെറീനയുടെ കവളത്തൊന്നു കൊടുത്തു. അവൾ കിടക്കയിലേക്ക് പോയി വീണു. പിടക്കോഴി കൂവാൻ ശ്രമിക്കണ്ട കേട്ടോ. സുധീർ അവളെ പിടിച്ചുയർത്തി വീണ്ടും ഇരു കവളുകളിലും ആഞ്ഞടിച്ചു. വൈകിട്ട് പട്ടണത്തിൽ നിന്നും അവറാച്ചൻ മുതലാളി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ചന്തു. അംബാസഡർ കാറിന്റെ പിൻസീറ്റിൽ ചിന്താഭാരത്തോടെ കണ്ണുകൾ അടച്ചിട്ടിരിക്കുകയാണ് ചന്തു. കാർ നീലിപ്പുഴയ്ക്ക് കുറുകെ പാലത്തിനടുത്തെത്തി. എതിരെ ഒരു ബെൻസ് കാർ വരുന്നത് ഡ്രൈവർ കണ്ടു. അതല്പം അകലെയാണ്. ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന പാലം. ചന്തുവിൻ്റെ ഡ്രൈവർ ലൈറ്റ് തെളിച്ച് സിഗ്നൽ നൽകി പാലത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി. എന്നാൽ സിഗ്നൽ ശ്രദ്ധിക്കാതെ ബെൻസ് കാറും പാലത്തിലേക്ക് കടന്നു. ഇരു വാഹനങ്ങളുടെയും ബ്രേക്കുകൾ ശക്തിയായി അമർന്നു. ചന്തു കണ്ണു തുറന്നു. വല്ലാത്ത ശബ്ദത്തോടെ കാറുകൾ പരസ്പരം സ്പർശിച്ചു. ചന്തുവിൻ്റെ കാർ പാലത്തിൻ്റെ മുക്കാൽ ഭാഗവും പിന്നിട്ടിരുന്നു. കാറ് മാറ്റടാ, ബെൻസ് കാറിൻ്റെ ഡ്രൈവർ തല പുറത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ സിഗ്നൽ കാണിച്ചിട്ടാണ് പാലത്തിൽ വണ്ടി കയറ്റിയത്. പോരെങ്കിൽ ആദ്യം പാലത്തിൽ കയറിയതെന്ന് ഞാൻ തന്നെ. ചന്തുവിൻ്റെ ഡ്രൈവർ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് താൻ വണ്ടി പിന്നോട്ടെടുക്ക്. പറ്റില്ല. ഇതാരുടെ വണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ. പറഞ്ഞുകൊണ്ട് ചന്തു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അധ്യായം 16. എന്താടാ, നിനക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോ ഈ കാറ് സിഗ്നൽ കാണിച്ചത്? ബെൻസുകാരനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ചന്തു ചോദിച്ചു. അതിനെന്ത് വേണം? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക തന്നെ വേണം. ബെൻസുകാരൻ്റെ ഡ്രൈവറും പുറത്തേക്കിറങ്ങി. മര്യാദയ്ക്ക് കാർ പിന്നോട്ടെടുക്ക്. ആഹാ, ചന്തുവിന് ചിരി വന്നു. നീ തെമ്മാടിത്തം കാണിച്ചിട്ട് ഞങ്ങളെ കാറ് മാറ്റണമെന്നോ? എടുത്തു മാറ്റടാ നിന്റെ കാറ്. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ചന്തു ഒരു ബീഡി കത്തിച്ചു. ഇത്രയും ഉന്നത പദവിയിലെത്തിയിട്ടും ചന്തു ഒരു സിഗരറ്റ് വലിക്കാൻ തയ്യാറായില്ല. ബീഡി തന്നെയാണ് അയാൾക്കിഷ്ടം. സമാധാനപരമായി നീ സംസാരിച്ചാൽ നീ അനുസരിക്കില്ല അല്ലേ? ചന്തു അയാളുടെ തോളിൽ കൈവച്ചു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? കാറിനുള്ളിലിരിക്കുന്നത് സെഷൻസ് ജഡ്ജി ആശാ മേനോനാണെന്ന കാര്യം മറക്കണ്ട. ആശാ മേനോൻ. ചന്തുവിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് എഴുന്നു നിന്നു. ശിരസിലെ രക്തചംക്രമണത്തിന് വേഗത കൂടി. മനസ്സിൽ വല്ലാത്തൊരു ത്രസിപ്പ്. മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്നു. നെറ്റിച്ചുളിഞ്ഞു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. തന്നെ 6 വർഷക്കാലം ജയിലിലടച്ചവർ, തനിക്ക് ജന്മം തന്നവർ, തൻ്റെ മമ്മി. അയാൾ പെട്ടെന്ന് കാറിൻ്റെ പിൻസീറ്റിലരികിലെത്തി.
കൂളിംഗ് ഗ്ലാസ് ആയതിനാൽ അകത്തിരിക്കുന്ന ആളിൻ്റെ നിഴൽ രൂപം മാത്രമേ വ്യക്തമാവുന്നുള്ളൂ. ചന്തു ഹാൻഡിലിൽ വിരലമർത്തി. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്നും ആലോചിച്ചില്ല. മുഷ്ടിയുയർന്നി ഗ്ലാസ്സിൽ ഒറ്റയിടി. ഗ്ലാസ് പാളി തകർന്നുപോയി. ചന്തുവിൻ്റെ കൈ വേദനിച്ചു. അത് കാര്യമാക്കില്ല. അകത്തിരുന്ന മധ്യവയസ്കയുടെ തുളഞ്ഞിറങ്ങുന്ന നോട്ടം അയാൾ പതിച്ചു. ഏയ്, എന്താണിത്? ഡ്രൈവർ ഓടി വന്ന് ചന്തുവിനെ ആക്രമിക്കാനൊരുങ്ങി. ചന്തു അയാളെ പിടിച്ചു വരുത്തി ഒരേറ് കൊടുത്തു. പാലത്തിൻ്റെ കൈവരിയിൽ ചെന്നിടിച്ച് റോഡിൽ വീണ അയാൾ ഞരങ്ങി. ചന്തു തിരിഞ്ഞ് അകത്തേക്ക് കൈയിട്ട് ഡോർ തുറന്നു. സെഷൻ ജഡ്ജി പുറത്തേക്കൊന്നിറങ്ങിക്ക്, അടിയനൊന്ന് കാണട്ടെ, ചന്തു പുച്ഛഭാവത്തിൽ പറഞ്ഞു. നിനക്കെന്ത് വേണം? അപ്പോൾ മാത്രം ആശാമേനോൻ ശബ്ദിച്ചു. ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുള്ള മഹതിയെ ഞാനൊന്ന് കാണാനാണേ. ആശാമേനോൻ ഒരു തുറിച്ച നോട്ടം അവന് നേരെ പായിച്ചു. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ സ്കൗണ്ടറൽ എന്നുള്ള പദം പലപ്പോഴായി ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കാണ് കൂടുതൽ ചേരുക. കാരണം നിങ്ങൾ പലരുടെയും എച്ചിലാണല്ലോ. ചന്തു, ഓഹോ, അപ്പോൾ അവിടുന്ന് അടിയൻ്റെ പേര് മറന്നിട്ടില്ല. പരമഭാഗ്യം. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നൊക്കെ കാര്യം മറക്കണ്ട. യോ, എനിക്കത് മറക്കാൻ കഴിയുമോ? നല്ല കാര്യമായി. സംസാരിക്കുന്നതിനിടയിൽ ചന്തു തൻ്റെ മമ്മിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷകാലങ്ങൾക്ക് അവർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അയാൾ ഓർത്തു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മമ്മി? അവർ അതിന് മറുപടി പറഞ്ഞില്ല. മൂത്ത മകന് 6 വർഷത്തെ കഠിന തടവ് വിധിച്ച ജഡ്ജി ഇളയ മകന് എന്താണാവോ ശിക്ഷ നൽകാൻ പോകുന്നത്? അവൻ ചെയ്തത് ചെറിയ തെറ്റല്ല, റേപ്പും മർഡറുമാണ്. നിങ്ങളുടെ മുന്നിൽ അതൊരു പക്ഷേ തെറ്റല്ലാതാവും. ഡ്രൈവർ, ആശാമേനോൻ അസഹ്യതയോടെ വിളിച്ചു. റോഡിൽ നിന്നും ഒരു വിധേന അയാൾ എണീറ്റ് വന്നു. കാർ റിവേഴ്സ് എടുക്ക്, ഈ തെമ്മാടികൾ പോകട്ടെ. സർ, ഡ്രൈവർ അമ്പരന്ന് പോയി. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരടുത്ത ഭാഗവുമായിട്ട് നമ്മൾ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.